ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ അടുത്ത പാഠം ഇനി നമ്മുടെ പണി എന്ന് വെച്ചാൽ ഫുൾ കാൽക്കുലേഷനും കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമ ഓവർ എഫ് സ്മോൾ എഫിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ റിസൾട്ട് റെയ്മാൻ സം വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. അതേപോലെ നമുക്ക് ക്യാപിറ്റൽ ഗാമയും ചെയ്തുകൂടെ? ഓക്കെ, എന്താ മക്കളെ വരിക? വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ? ഡെഫിനിഷൻ വെച്ചിട്ട് ഇതെന്താ മക്കളെ? ഇതെന്തായിരിക്കും? ഈസ് ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എന്തായിരുന്നു? എഫ് ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ഓഫ് ഗാമ ഓഫ് ടി നമ്മൾ എഴുതും അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എന്തിനും കൂടി ഈക്വലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു വാട്ട് ഈസ് ഡി ഗാമ ഓഫ് ടി? ദാറ്റ് ഈസ് ഗാമ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇങ്ങനെ നമ്മൾ എഴുതായിരുന്നല്ലോ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഗാമ ഓഫ് ടിക്ക് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടില്ല. എന്തായിരുന്നു? 1/tk-1 ഇൻറ്റു എന്തായിരുന്നു? tk മൈനസ് ടി ഇൻറ്റു ഗാമ ഓഫ് tk-1 പ്ലസ് ടി മൈനസ് tk-1 ഇൻറ്റു ഗാമ ഓഫ് tk. ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ഇതിന് ഗാമ ഡാഷ് ഓഫ് ടി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇയാൾ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ നിന്നോട്ടെ. മൈനസ് tk-1 tk മൈനസ് ഗാമ ഓഫ് tk കോൺസ്റ്റൻ്റ് ആണ്, സോ പുറത്തെടുക്കാം. tk മൈനസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പം ഇവിടെ അത് കോൺസ്റ്റൻ്റ് ആണ്, 0 ആയി. ഇപ്പം ഇയാളുടെ ഡെറിവേറ്റീവോ -1 പ്ലസ് ഇവിടെ ഗാമ ഓഫ് tk കോൺസ്റ്റൻ്റ് ആണ്, കാരണം ടിയിലല്ലല്ലോ. ടിയിലുള്ള ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടൂ. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 വരും, ഇയാൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വരും അല്ലേ? സോ ഇൻറ്റു 1. അപ്പം എന്ത് വരും? ഇത് ഇസ് ഈക്വൽ ടു, ഞാൻ തിരിച്ച് എഴുതുകയാണ്, ഗാമ ഓഫ് tk മൈനസ് ഗാമ ഓഫ് tk-1 ബൈ tk-1 അല്ലേ? ഇത് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുവടാ? ഗാമ ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? മോളത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഡാഷ് ഓഫ് ടിക്ക് വരെ എന്ത് കൊടുക്കാം? ഗാമ ഡാഷ് ഓഫ് ടിക്ക് എന്ത് കൊടുക്കാം? ഗാമ ഓഫ് tk മൈനസ് ഗാമ ഓഫ് tk-1 ബൈ tk-1 ഇൻറ്റു ഡി ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ നമുക്കൊരു 4 എന്നും കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇനി നമ്മളിപ്പം അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഗാമ ഡിഫൈൻ ചെയ്തു. നമ്മൾ ഓൾറെഡി ഗാമേനെ ഡിഫൈൻ ചെയ്തു അല്ലേ? ഗാമ ഓഫ് ടി നമ്മൾ എഴുതി. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രീ റിക്വസിറ്റ്. ഓക്കെ, ഞെട്ടരുത്, അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ടാട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ ഗാമ ഓവർ എഫ് മൈനസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? നമുക്കത് കണ്ടുപിടിക്കാം. അപ്പം എന്താ വരിക? ഇതല്ലേ, നമ്മൾ രണ്ട് ഇൻ്റഗ്രൽ വാല്യൂസ് നമ്മൾ എനിക്ക് തോന്നുന്നു കണ്ടുപിടിച്ച് വെച്ചു എന്ന് തോന്നുന്നു. this is integral of over capital. This is integral of f over capital ഗാമ. ഓക്കെ, ഞാൻ ഗാമ ഓഫ് ടി എന്നാണ് എഴുതിപ്പോയി. സോറി. ഓക്കെ, നമുക്ക് ഇപ്പോൾ രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്ത് എഴുതാം അല്ലേ? അപ്പം മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സ്മോൾ ഗാമ ഓവർ എഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ. എന്ത് ചെയ്യാണ്? കൂട്ടലും കുറയ്ക്കലല്ലേ? ആരെ കൂട്ടാം? ഞാനിവിടെ കൂട്ടാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഇൻ്റഗ്രൽ ഓവർ ഗാമ ഓവർ എഫ് മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടോക്കെ ഇൻറ്റു എഫ് ഓഫ് നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ എഫ് ഓവർ സ്മോൾ ഗാമയുടെ റെയ്മാൻ സമ്മില്ലേ, അതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, എഫ് ഓഫ് ഗാമ ഓവർ ടോക്കെ ഇൻറ്റു ഗാമ ഓഫ് ഗാമ ഓഫ് tk-1 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമയുടെ റെയ്മാൻ സമ്മ് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ഒക്കെ ചെയ്യും. ഒന്നാമത്തത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് സുഖമായിട്ട് പറയാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ പറയണമെങ്കിൽ റിലേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാമ ഓഫ് tk-1 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മറ്റേ സ്പ്ലിറ്റിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓർമ്മയുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രകാരം ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ ഇൻറ്റു ഗാമ ഓഫ് tk-1
plus summation k equal to 1 to n f of gamma of tau k into gamma of tk minus gamma of tk minus 1 into integral minus integral of f over capital gamma അല്ലേ? ഓക്കെ, അത് ഇത് ലെസ് ദാൻ ഫസ്റ്റ് പാർട്ട് ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്ക് ഇക്വേഷൻ 1 ആയിരുന്നു തോന്നുന്നു. സോറി, ഇക്വേഷൻ 1 വെച്ചിട്ട് നമുക്കറിയാം. ഇക്വേഷൻ 1 അല്ല 2 ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് മറിച്ചിട്ട് നോക്കി നോക്കി 2 അല്ലെങ്കിൽ 3 2 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇക്വേഷൻ 2 വെച്ചിട്ട് നമുക്കറിയാം വിച്ച് ഇസ് ലെസ് ദാൻ ഗാമ. ഇനി ഇയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇയാളെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ k equal to 1 to n f of gamma of tau k into gamma of tk minus gamma of tk minus 1. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമയ്ക്ക് നമ്മുടെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തില്ലേ? ഇവിടെ ബൈ 4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 കൊടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്തായിരുന്നു? ദാറ്റ് ഈസ് എന്ത് കിട്ടും? മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു എഫ് ഓഫ് എന്ത് വരും? എഫ് ഓഫ് ഗാമ ഓഫ് ടി അല്ലെ? എഫ് ഓഫ് ഗാമ ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു small gamma of tk minus small gamma of tk minus 1 by tk minus 1 ഇങ്ങനെയാണ് വരിക അല്ലേ? ഓക്കെ, എന്ത് വരുന്നു? കഴിഞ്ഞില്ല. ഇൻറ്റു അത് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു ടി കെ മൈനസ് 1 ടു ഓക്കെ ഇൻ്റഗ്രൽ എ ടു ബി ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പം അതിൽ ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് 1 ബൈ ടി കെ മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ്. അപ്പം ഞാനിവിടെ സോറി ഇവിടെ എഫ് ഓഫ് ഗാമ ഓഫ് ടിയുടെ ആവശ്യമില്ല. സോറി, ഇതെല്ലാം കൂടെ രണ്ട് സ്ഥലത്തായതുകൊണ്ട് നോക്കാനും പണിയാണ്. സോറി, ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിട്ടില്ല കേട്ടോ, അത് സോറി ഗാമ ഓഫ് ടി കെ നമ്മളിപ്പോൾ എത്തി ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ് അല്ലെ? ക്യാപിറ്റൽ എഫ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ബൈ ടി കെ മൈനസ് 1. സോറി കേട്ടോ, അത് എല്ലാം കൂടെ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയാൽ മുകളിലും താഴെ കാണാത്തതുകൊണ്ട്. ഓക്കെ, ഇനി നോക്കിയ മക്കളെ, ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ഉണ്ടല്ലേ? ആ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? പിന്നെയോ വേറെ ആരെങ്കിലും ഉണ്ടോ? അതേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. നമുക്കൊന്ന് ചെറിയൊരു മാറ്റം കൂടെ വരുത്താം. ഇയാൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇവരെ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് മോഡുലസ് ഓഫ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 മൈനസ് മൈനസ് എന്ത് വന്നു? ഗാമ ഓഫ് ടി കെ ഇൻറ്റു ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ബൈ ടി കെ മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി അല്ലേ? നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വ്യത്യാസങ്ങൾ നോക്കിക്കോളൂ. ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി. മക്കളെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ? എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ എന്ന് ബിയിലോട്ടേക്കുള്ള ഇതില്ലേ, എന്ന് ബിയിലോട്ടേക്ക് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടില്ലേ? അതിനെങ്ങനെയാണ്? അപ്പം എ ടു ടി 1 എഫ് ഓഫ് ഗാമ ഓഫ് ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ടി 1 ടു ടി നോട്ട് എഫ് ഓഫ് ഗാമ ഓഫ് ടി അങ്ങനെ കൊടുത്തൂടെ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്ലസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ ചെയ്യാമല്ലേ? കാരണം അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സ്പ്ലിറ്റ് ടി എൻ മൈനസ് 1 ടു ടി എഫ് ഓഫ് ഗാമ ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ
എഫ് ഓഫ് ഗാമ ഓഫ് ടി നമുക്ക് എഴുതാൻ പറ്റും. കാരണം ടി കെ മൈനസ് വൺ എന്ന് ബി ടി നോട്ട് മുതൽ ടി എൻ വരെയുള്ള ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടൂടാ, എ ടു ബി എന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓരോ സബ് ഇൻ്റർവെൽസ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ സബ് ഇൻ്റർവെൽസ് എന്ന് ബിയിൽ ഇൻ്റർവെൽ നമ്മൾ ഓരോ സബ് ഇൻ്റർവെൽ ഇൻ്റഗ്രലിൻ്റെ ഓരോ സബ് ഇൻ്റർവെൽസിൻ്റെ ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തായി, വിച്ച് ഇസ് ലെസ് ദാൻ, ഇതിപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഗാമ ഓവർ സ്മോൾ എഫ് മൈനസ് എഫ് ഓഫ് ഗാമ ഓവർ ക്യാപിറ്റൽ എഫ്. ഓക്കെ, ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് മോഡുലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1. ഗാമ ഓഫ് ടി കെ മൈനസ് 1. പിന്നെയോ മൈനസ് ഇൻ്റഗ്രൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്, സോ ഇയാളെ പുറത്തെടുത്തി. ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ബൈ ടി കെ മൈനസ് ടി കെ മൈനസ് 1 ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് ഗാമ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓഫ് ടി കെ മൈനസ് 1 to ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടി. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ആര് കോമണാ, ഇവർ കോമൺ ആണ്, സമ്മേഷനും കോമൺ ആണ്, പുറത്തെടുക്കുക അല്ലേ. അപ്പോൾ എന്ത് വരും, ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1. രണ്ടിൽ നിന്ന് ഞാൻ അത് പുറത്തെടുത്തേ, എന്ത് വരും അകത്ത്, എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ മൈനസ് ഇപ്പുറത്ത് ആര് വരും ഇടാ, ഇപ്പുറത്ത് ആര് വരും, 1 ബൈ ടി കെ മൈനസ് 1 നമ്മൾ പുറത്തെടുത്തിട്ടില്ല കേട്ടോ, ടി കെ മൈനസ് 1 ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടി ഡി ടി എന്ന് വരും അല്ലേ. ഓക്കെ, ഇനി നോക്കിയേ മക്കളെ, ഇനി ഇവിടെ വാ, ഇനി ഇവിടെ നമുക്ക് ടി കെ മൈനസ് ടി കെ മൈനസ് 1 കൂടെ നമുക്കൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് വന്നേ, നിങ്ങൾ നോക്കിയേ മക്കളെ, എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ അല്ലേ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ എന്താ, ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ടോക്കെ, ഒരു പോയിന്റില്ല, അല്ലാണ്ട് ടീയിലല്ല ഉള്ളത്, ഒരു പോയിന്റിലാണ് ഉള്ളത്, അതൊരു കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി ഒരു എ ഡി എക്സ് എ അല്ല, ഒരു കോൺസ്റ്റന്റ് ഒരു കെ ഡി എക്സ് എന്തായിരിക്കും കെ ഇൻറ്റു കെ കോൺസ്റ്റന്റ് ആണ്, ബി മൈനസ് എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അങ്ങനെയാണ് ഇതിനെങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി അല്ല, ഇവിടെ ടി കെ, ഓക്കെ, ടി കെ മൈനസ് 1 ടു ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഡി ടീന്ന് ചെയ്യുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ, കാരണം നോക്കിയേ, കാരണം എന്താ സംഭവിക്കുക, ഇതിന് കോൺസ്റ്റന്റ് ആണ്, ഇയാളെ പുറത്തെടുക്കുമ്പം ഇതെന്ത് സംഭവിക്കും, ഞാൻ സൈഡിൽ ചെയ്താൽ കേട്ടോ, എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു എന്ത് വരും, ടി കെ മൈനസ് 1 ആവത്തില്ലേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞില്ല. ഓക്കെ, ടി കെ ഇത് പിന്നെ ഗാമ ഓഫ് ടി കെ മൈനസ് 1 ടി കെ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ഡി ടി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് വെച്ചിട്ട് എങ്ങനെ പറയാടാ, എഫ് ഓഫ് ഗാമ ഓഫ് ടോ കെ ഇൻറ്റു ടി കെ മൈനസ് 1 എഴുതിക്കൂടെ, നമുക്ക് എഴുതാം അല്ലേ. നമുക്കിതിനെ ഇതുപോലെ വിത്ത് ഇത് വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി കെ ഡി എക്സ്, കെ കോൺസ്റ്റന്റ് ആണ്, കെനെ പുറത്തെടുത്ത് കെ ഇൻറ്റു ബി മൈനസ് എന്ന് എഴുതൂലേ, അതേപോലെ ഇൻ്റഗ്രൽ ഓഫ് ടി കെ മൈനസ് 1 ടു ടി കെ എന്താ പറയുക മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ടി കെ മൈനസ് 1 ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ എന്ന് പറയുന്നത് എന്തുവാ, ഡി ടി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, എഫ് ഓഫ് ഗാമ ഓഫ് ടി ടോക്കേനെ പുറത്തെടുക്കാം, ഡി ടി കഴിയുമ്പം ദറ്റ് ഈസ് ടി കെ മൈനസ് 1 അല്ലേ. ഞാൻ ഈ ടി കെ മൈനസ് 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്താ സംഭവിക്കും, എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ ഈക്വൽ ടു 1 ബൈ ടി കെ മൈനസ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 ടു ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ ഇൻറ്റു ഡി ടി ഇങ്ങനെ കൊടുക്കാം അല്ലേ. ഇങ്ങനെ നമുക്ക് എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കേനെ മാറ്റിയിരിക്കൂടെ. ഞാൻ ഇതും കൂടെ ഈ ഇക്വേഷനിൽ ഇയാൾക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും,
മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഗാമ ഓവർ എഫ് മൈനസ് ഇൻ്റഗ്രൽ ക്യാപിറ്റൽ ഗാമ ഓവർ എഫ് ഈക്വൽ ടു അല്ല ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 നമ്മൾ കോമൺ ആക്കി പുറത്തെടുത്തു. ഇനി എഫ് ഓഫ് ഗാമ ഓഫ് ടി കെക്ക് എന്ത് എടുക്കാം? 1/tk-1 ഇൻറ്റു ഇൻ്റഗ്രൽ ടി കെ മൈനസ് 1 to tk എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ ഇൻറ്റു ടി ടി. ഇതിവിടെ എഴുതാൻ പറ്റിയത് എഫ് ഓഫ് ടോക്കെ എന്ന് പറയുന്നത് എന്തായതുകൊണ്ട് മാത്രമാണ്, ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മാത്രം കേട്ടോ. -1/tk-1 minus tk-1 integral tk-1 to tk f of ക്യാപിറ്റൽ ഗാമ ഓഫ് ടോ ഇൻറ്റു ഡി ടി. പറഞ്ഞേ മക്കളെ, ഇതിലിപ്പോൾ കോമൺ ആയിട്ട് ആരുണ്ട്? ടി കെ മൈനസ് 1 കൂടി ഇല്ലേ, പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 താഴെ ടി കെ മൈനസ് 1 പുറത്തെടുത്തു. രണ്ട് ഇൻ്റഗ്രലും കോമൺ അല്ലേ, രണ്ടിൻ്റെ ഇൻ്റഗ്രൽ കോമൺ അല്ലേ, അപ്പോൾ ഒരുമിച്ച് ടി കെ മൈനസ് 1 to ടി കെ എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ മൈനസ് എഫ് ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് ടി ഇൻറ്റു ഡി ടി എഴുതി. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. എന്ത് പണിയല്ലേ. ഓക്കെ, കഴിയാനായി, ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ത് വരുടാ? ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് സമ്മേഷൻ, ഇതവിടെ തന്നെ നോട്ടെ, സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1/tk-1 ഇൻറ്റു മക്കളെ മോഡുലസ് ഉണ്ടല്ലേ, ഇവിടെ മോഡുലസ് കൊടുക്കണം നിങ്ങൾ, കാരണം ലെസ് ദാൻ മോഡുലസ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ടാണ് പുറത്തെടുത്തത്. സോ മോഡുലസ് കൊടുക്കണേ. ലെസ് ദാൻ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഓർമ്മയുണ്ട്, എഫ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു എന്താന്ന് തന്നിട്ടുണ്ട്? ഫസ്റ്റ് നമ്മൾ എടുത്തത് ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, കാരണം എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് എഫിൻ്റെ രണ്ട് ഇമേജ് അല്ലേ, അപ്പം ഇതിൻ്റെ മോഡുലസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ദാൻ എന്താന്ന് പറയാൻ പറ്റൂടാ? ഇറ്റ് ഈസ് എന്തായിരിക്കും? ഈ മോഡുലസ് ഡിഫറൻസ് എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞൂടെ? ഓക്കെ, അവിടെ മോഡുലസ് കൊടുക്കാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ, അവിടെ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, മോഡുലസ് ഡിഫറൻസ് ഇട്ട് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ ഓൾറെഡി മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് അവിടെ നമുക്കറിയാം എഫ് യൂണിഫോമിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്ന ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെയും എഫ് ഓഫ് ഗാമ ഓഫ് ടോക്ക് അതിൽ ടി ഒക്കെ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് ഗാമ ഓഫ് ടോക്കെ മൈനസ് എഫ് ഓഫ് ഗാമ ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എപ്സിലോൺ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ സമ്മിന് തന്നെ പുറത്തെടുക്കാം കേട്ടോ. സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1/tk-1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി ടി. എന്താ മക്കളെ? ഇൻ്റഗ്രൽ ഓഫ് ഡി ടി എന്തായിരിക്കും? ദാറ്റ് ഈസ് ടി ആയിരിക്കും. ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി കെ മൈനസ് 1 അല്ലേ. ഇതും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് വന്നു? ലെസ് ദാൻ എപ്സിലോൺ രണ്ടിലും കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുമ്പം 1 പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n മോഡ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 എന്നറിയാം അല്ലേ. ഇതെന്താ മക്കളെ? ദിസ് വാല്യൂ ഈസ് വാട്ട്? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗണ്ടഡ് വേരിയേഷൻ അല്ലേ ഇടൂ. അപ്പോൾ എന്തുവാ? പി ഓഫ് ഗാമ ഓവർ ദ പാർട്ടീഷൻ പി എന്ന് പറയാൻ പറ്റും അല്ലേ. അതെന്തായാലും എന്ത് ഗാമ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി വലിയ വാല്യൂ ആണ്, ലെസ് ദാൻ എപ്സിലോൺ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഗാമ ഓവർ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ. ഓൾറെഡി ഇവിടെ ഏത് സൈഡാണ് വലുത്? റൈറ്റ് സൈഡ് അല്ലേ. അപ്പോൾ അവിടെ സുപ്രീം എടുത്താലും ആ സൈഡ് തന്നെ ആയിരിക്കില്ലേ വലുതാവുക. അപ്പോൾ നമ്മൾ സുപ്രീം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ വേരിയേഷൻ കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എപ്സിലോൺ ആർബിട്രറി ആണ്. ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ അല്ലേ. ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഇനീക്വാലിറ്റിയിൽ വല്ല വ്യത്യാസം വരുമോ? ദിസ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സോ ഇനീക്വാലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും വലുത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? മോഡുലസ് ഓഫ് ഗാമ ഓവർ എഫ് മൈനസ് മോഡുലസ് ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്ന ലെസ് ദാൻ
എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ലെമ എന്ന് പറയുന്നത്. ലെമ കഴിഞ്ഞില്ല, ഇതിപ്പോൾ നമ്മൾ കേസ് 1 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കേസ് 2 കൂടിയുണ്ട്. എന്താണ്? ജി ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റാണെന്ന് വെച്ചാൽ അതൊരു കുഞ്ഞി പാർട്ടായിട്ട് ഇത്ര വലിയ നീട്ടി വലിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് കേസ് 1 ആണ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളത്. കേസ് 2 ഒരു കുഞ്ഞു കേസാട്ടോ. അതും കൂടെ വെച്ചാൽ നമ്മുടെ ലെമ കംപ്ലീറ്റ് ചെയ്യും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാവേ.